സേതുവേ നീ വന്നാ എല്ലാം കഴിക്കട്ടെ അളിയാ. നീ ഇവിടെ തിന്നാൻ വേണ്ടി തന്നെയാണ്. അല്ലടാ, നീ കുറച്ച് ഫയൽ എടുത്ത് എനിക്ക് വറുത്ത് താ, ഞാൻ തിന്നോളാം. ശമ്പളമേ തരുന്നില്ല. ഹോട്ടലിൽ പോയി വല്ലതും കഴിക്കാന്ന് വെച്ചാൽ കൈ പൈസ വേണ്ടേ? ഈ നാട്ടില് എത്ര കല്യാണങ്ങളാണോ നടക്കണേ? അതൊക്കെ നടത്തുന്നത് ആണുങ്ങളാ, നമ്മളല്ല നടത്തുന്നത്. ആണുങ്ങൾക്ക് നല്ല വർക്കുണ്ട്. എടാ, നമ്മൾ ഇങ്ങനെ ഇരുന്നാ പോരാ. എത്രയും പെട്ടെന്ന് പുതിയ പുതിയ പരിപാടികൾ നമുക്ക് പിടിക്കണം. പുതിയ പരിപാടി വല്ലതും ഉണ്ടോ മനസ്സിൽ? ഇല്ല, ഞാൻ വിചാരിക്കണതേ നല്ല പണിയെടുക്കാൻ നല്ല പണിക്കാരെ നമുക്ക് ആദ്യം വെക്കണം. നല്ല ഐഡിയ അളിയാ. അതാവുമ്പോ അവന്മാര് പണിയും നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം. എന്നാലും നീ പണിയെടുക്കരുത്. അതെന്തൊരു വർത്താനോടാ? ഞാൻ ചെയ്യാത്തോണ്ടാണോ? ഞാൻ ചെയ്യാതെ മാറി നിൽക്കുന്നതാണ് നിനക്ക് ഇപ്പൊ കുഴപ്പം. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞാൻ മൊത്തത്തിൽ മാറി നിൽക്കാം. അല്ല, നിന്റെ വായിൽ നിന്ന് ഇത് കേൾക്കണം. കാരണം നീ പിടിക്കുന്ന ഓരോ വള്ളികളും ഞാനാ പോയി ഏറ്റുവാങ്ങണം അറിയാം, മീഡിയകളായിട്ട്. ഇനി ഞാൻ മാറിക്കോളും. വേണ്ട. ഇനി അളിയ ഒറ്റയ്ക്ക് ചെന്നങ്ങ് വാങ്ങിച്ചു കൂട്ട്. എന്തെങ്കിലും പൊളിയുമ്പം നാട്ടുകാരെ വന്നങ്ങ് കയറിക്കൊള്ളും. ഞാൻ എന്നെ വിട്ടേ. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചാലേ എനിക്കത് വിഷമമായ, അതുകൊണ്ടാണ്. അങ്ങനല്ല, നമുക്ക് അടി കിട്ടാത്ത നല്ലൊരു പരിപാടി നമുക്ക് തുടങ്ങാം. നല്ലൊരു പരിപാടി വേണം. നല്ല എന്താണ് പരിപാടിയുടെ കാര്യമൊക്കെ? ഭാവി പ്ലാൻ ചെയ്യുമായിരിക്കും അല്ലേ? ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ ചോദിക്കണ്ട. എന്താ കാര്യം? നിനക്ക് എപ്പോഴെങ്കിലും നാണം വന്നിട്ടുണ്ടോ? കുറവാണ്, പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടേ? ഉറപ്പാന്നേ? താണ്ടതിക്കുന്നു നിന്റെ ചേട്ടൻ. നാണോ എന്ന് പറയുന്ന ഒരു സാധനം അവനില്ല. നിന്നെ എന്റെ കമ്പനിയിൽ മാനേജർ ആക്കിയില്ല, അന്ന് കെട്ടാടാ നാണം. തീർത്താ വിശപ്പെടാ. എന്താണ് ഇത്, മിഷനാ? അയ്യോ, പുതിയ പുതിയ കൗണ്ടറുകളൊക്കെ അടിച്ചോണ്ട് പോണവൻ. അയ്യോ, ഇയാളൊക്കെ എന്ന് രക്ഷപ്പെടാനാണ്? ചേട്ടന് തോന്നുന്നുണ്ടോ പുള്ളി രക്ഷപ്പെടുമെന്ന്? എന്നിട്ട് നീ രക്ഷപ്പെട്ടാ? ഞാൻ രക്ഷപ്പെട്ടോളും. എനിക്ക് അതിനുള്ള കഴിവുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ആ ടൈം ആയിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്റെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരുന്നുണ്ട് ഞാൻ രക്ഷപ്പെടാറായെന്ന്. 8 വർഷമായി നീ ഒരു പെണ്ണിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അവളുടെ മനസ്സ് കീഴടക്കാൻ പറ്റിയില്ല. ഇനിയിപ്പൊ എടാ, ഇതൊക്കെ നിസ്സാര കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത നീയാണ് ഇനി എനിക്ക് ഓരോന്ന് പറഞ്ഞു തരാം. അതെ രാമേട്ട, ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാന്ന് പറഞ്ഞാൽ അതിപ്പോ ഈ പറഞ്ഞ പോലെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിനേക്കാളും എളുപ്പമാണ് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട്. അല്ല അത് പോട്ടെ, നിങ്ങൾക്ക് എന്നെക്കാൾ 5-6 വയസ്സ് മൂപ്പില്ലേ? നിങ്ങൾ ഇതുവരെ രക്ഷപ്പെട്ടാ? എന്റെ കാലമൊക്കെ കഴിഞ്ഞതാ. അങ്ങനെ പറയാൻ പറ്റൂല. കാലം കഴിഞ്ഞിട്ടൊന്നുമില്ല, രക്ഷപ്പെടാൻ ഇനിയും സമയമൊക്കെ ഉണ്ട്. നീ പറഞ്ഞോന്ന് മനസ്സിലാവുന്നില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ കുറെ നാളായാലും ഈ സേതു ഹാപ്പി വെഡിങ് നടത്തുന്നു. ഇതുവരെ നിങ്ങളൊരു പരിപാടി പോലും പൊളിയാതെ നടത്തിയിട്ടുമില്ല. അതിന്റെ കാരണം എന്താന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിസ്സാരമല്ലേ, നമ്മൾ മര്യാദക്ക് നടത്താത്തതുണ്ട്. അപ്പൊ അതറിയാം. എന്റെ കാഴ്ചപ്പാടിൽ പ്ലാനിങ് ആണ് നിങ്ങളുടെ വിഷയം. നിങ്ങൾ നടത്തുന്ന ഒരു പരിപാടിക്കും പ്ലാനിങ് ഇല്ല. വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ സക്സസ് ആവുകയും ചെയ്യും, കാശ് ഉണ്ടാക്കുകയും ചെയ്യാം. അതിന്റെ ചേട്ടനടുത്ത് പറഞ്ഞ് മനസ്സിലായിക്കോളും. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, പക്ഷെ ഞാനത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂ. എന്റെ അച്ഛൻ പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. പിന്നെ ആകപ്പാടെ കേൾക്കണത് സേതു പറയുമ്പോഴാണ്. അതെന്താന്ന് അറിഞ്ഞു, ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ പറഞ്ഞ ആര് പറയണത് ഞാൻ ഈ കേൾക്കണമെങ്കിൽ കേൾക്കാം. നീ പറ. അതായത് സെലിബ്രിറ്റി മാനേജ്മെന്റ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ വലിയ വലിയ സെലിബ്രിറ്റികളില്ലേ, അവരെ മാനേജ് ചെയ്യുന്നു. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതായത് നിങ്ങൾ ഈ നാട് മുഴുവൻ ഈ കല്യാണവും ബർത്ത്ഡേയും പിടിച്ച് നടക്കാതെ ഏതെങ്കിലും ഒരു നല്ലൊരു സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾ ടൈപ്പിലെത്തുക. എന്നിട്ട് അയാൾക്ക് വരുന്ന ഉദ്ഘാടനങ്ങളും അയാൾക്ക് വരുന്ന പരിപാടികളും പിടിച്ചു കൊടുത്തിട്ട് അതിന് കമ്മീഷൻ വാങ്ങുക. അതിന് എവിടെ സെലിബ്രിറ്റി? നമുക്ക് ആകെപ്പാടുള്ള ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ മീനുമാണ്. അവക്കാണെങ്കിൽ 2000 സബ്സ്ക്രൈബ് മാത്രമേ ഉള്ളൂ. അവളെ വിളിച്ചോണ്ട് നാട്ടുകാരേക്കും ചെന്നാൽ പഞ്ചായത്ത് കിണറ്റിന്റെ ഉദ്ഘാടനം പോലും നമുക്ക് കിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ മൈൻഡ് ഡൗൺ ആവല്ലേ. നമ്മൾ വിചാരിച്ച നടക്കാത്തായിട്ട് ഒന്നുമില്ല, കുറച്ച് കഷ്ടപ്പെടണമെന്നുള്ളൂ. എന്റെ രാമണ്ണ, ഒരു സെലിബ്രിറ്റിനെ പരിചയപ്പെടാന്ന് ഇത്ര വിഷയമുള്ള കേസല്ല. എല്ലാവരും പരിചയമുണ്ടോ? നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? എന്റെ പരിചയത്തിൽ എത്ര സെലിബ്രിറ്റീസ് നടക്കണം അറിയോ? എന്റെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് സിനിമയിലും പരസ്യത്തിലൊക്കെ ആയിട്ട് ഓടി നടക്കല്ലേ. ഞാനൊരു വിളി വിളിച്ചു കഴിഞ്ഞാൽ നാളെ ഇപ്പൊ ഒരു 10 വണ്ടിക്ക് ഇവിടെ ആൾക്കാർ വന്നിറങ്ങും. ചുമ്മാ തമാശേ. ഞാൻ നിങ്ങളൊരു വഴിക്കാക്കിയിട്ടേ പോവുള്ളൂ. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി. വഴിക്കാ എന്ന് വെച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്തോന്ന്. എനിക്ക് എങ്ങനെയും രക്ഷപ്പെട്ടാലും എന്റെ ആനയെ കിട്ടുള്ളൂ എന്നറിയാലോ. ഇപ്പൊ ഞാൻ രക്ഷപ്പെടുമ്പോ നിങ്ങൾ എന്റെ കൂടെ രക്ഷപ്പെട്ടോ. നിങ്ങൾ രണ്ടും എന്റെ സ്വന്തം ചേട്ടന്മാരല്ലേ. സംഭവം ശരിയൊക്കെ തന്നെ. ഇത് നിന്റെ ചേട്ടൻ എനിക്കിട്ട് താങ്ങുന്നത് കണക്ക് എനിക്കിട്ട് താങ്ങുന്നതല്ല. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ എന്നെ ആ കണ്ണി കൂടി എപ്പോഴും കാണല്ലേന്ന്. നിങ്ങൾ രക്ഷപ്പെട്ട് കാണാൻ എനിക്കും ആഗ്രഹം ഉണ്ടെന്നേ, അതുകൊണ്ടല്ലേ പറയണത്. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നോക്കാം. നിങ്ങൾ കൈ തോന്നി. നിങ്ങൾ എന്റെ കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ ചേട്ടൻ നമുക്ക് നമ്മുടെ കൂടെ നിർത്താം. നമ്മൾ രക്ഷപ്പെടും, രക്ഷപ്പെടും. ഉറപ്പാണല്ലോ. ഇതിനകത്തൊന്നുമില്ലല്ലേ. എന്തോ ഞാൻ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. എന്താടി മുറി മൊത്തം കടന്ന് തപ്പുന്നേ? ഞാൻ തപ്പുന്നില്ലല്ലോ. ഒരു കള്ളത്തരം. എനിക്കുള്ളതൊന്നുമില്ല. കുഞ്ഞമ്മ പോയേ. എടി കൊച്ചേ, എന്നെയാണോ നീ പറ്റിക്കാൻ നോക്കുന്നേ? ഉള്ളതുപോലെ പറഞ്ഞോ.
കുഞ്ഞമ്മ അത് ഇല്ല, കുഞ്ഞമ്മയുടെ ഒരു ആവശ്യം കണ്ടിട്ട് എനിക്ക് പറയാനേ തോന്നുന്നില്ല. പക്ഷേ അത് രഹസ്യം അറിയാനുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ടല്ലേ, നീ പറ. അതെ കുഞ്ഞമ്മ, ഞാനൊരു റിവ്യൂ എടുക്കാൻ വേണ്ടിട്ട് അമ്മ മേക്കപ്പ് സാധനം വല്ലോ നീ എടുത്തോ? ഒരു ലിപ്സ്റ്റിക്ക്. എന്റെ പൊന്നു മീനുട്ടി, ഞാനില്ലേ, ഞാൻ ഇതുവഴി വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഇതൊന്നും കേട്ടിട്ടുമില്ല. കുഞ്ഞമ്മ എന്താ കുഞ്ഞമ്മ കൂടെ നിൽക്കാന്ന് പറഞ്ഞോണ്ടല്ലേ നീ ഇത് പറഞ്ഞത് തന്നെ, പിന്നെന്തുവാ? ഈ പരിപാടിയാന്ന് പറഞ്ഞാൽ തന്നെ ഞാനൊന്നും പറയത്തില്ല. ഇതിപ്പോ ആകാശത്തിരുന്ന പണിക്ക് ഏണി വെച്ച് പിടിച്ച പോലെ ആയിപ്പോയി. കുഞ്ഞമ്മ ഈ സമയം തന്നെ കുറ്റപ്പെടുത്തിട്ട് എന്ത് കാര്യം, നമുക്ക് തപ്പാം. ഏതാ എടുത്തേ? ആരോ അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് എന്തോ എന്റെ പൊന്നേ, എന്താ കുഞ്ഞമ്മ? അതെങ്ങനെ കണ്ടുപിടിക്കും? അറിഞ്ഞൂടെ? തപ്പാം. തപ്പ് അല്ല, നീ എന്തോ ഇന്നത് എടുക്കാൻ പോയത്? കുഞ്ഞമ്മ അതിന് അടിപൊളി മണമായിരുന്നു, പിന്നെ കാണാൻ നല്ല ഭയങ്കര ക്യൂട്ടായിരുന്നു. നീ അതെടുത്ത് വിഴുങ്ങിയോ? ഞാൻ വിഴിഞ്ഞൊന്നുമില്ല. നീ എന്തിനാ എടുത്തേ? കുഞ്ഞമ്മ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ ആ ലിപ്സ്റ്റിക്കിനെ എടുത്തു, എന്നിട്ട് ഞാൻ അതേപോലെ സേഫ് ആയിട്ട് തിരിച്ചുകൊണ്ട് വെച്ചു. ഒരു ഷോട്ട് കൂടെ എടുക്കണമായിരുന്നു, അത് മിസ്സായിപ്പോയി. ഞാൻ പിന്നെ അത് നോക്കിയപ്പോ ആ ലിപ്സ്റ്റിക് അവിടെ കണ്ടില്ല. കുഞ്ഞമ്മ എനിക്ക് വേറെ ഒരു സാധനവും കിട്ടിയില്ല എന്റെ പൊന്നു മീനൂട്ടി റിവ്യൂ ചെയ്യാൻ. ഇതൊക്കെ ഇനി എങ്ങനെ തപ്പി എടുത്തോണ്ട് കൊടുക്കും? ചേച്ചി എങ്ങാണ് പറഞ്ഞ ഇവിടെ ഭൂകമ്പം നടക്കും. കുഞ്ഞമ്മ അമ്മേനെ അറിയിക്കല്ല, അമ്മയെങ്ങാനും അറിഞ്ഞ എന്തോ വിലയുടെ ആണെന്നറിയാമോ അത്? എത്ര രൂപ? 500 രൂപ? 500 രൂപ, 10-15 രൂപയുടെ സാധനമാ അത്. എന്റെ ദൈവമേ, കിട്ടു. അയ്യോ കുഞ്ഞമ്മ പ്ലീസ്, കുഞ്ഞമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യും. കുഞ്ഞമ്മ പ്ലീസ്, കുഞ്ഞമ്മ അമ്മേനെ പറപ്പിക്കും. എന്നെ പറപ്പിക്കൂ ഇത് അറിഞ്ഞു കഴിഞ്ഞ. എനിക്ക് പേടിയാവുന്നു, എന്റെ കൈകാലൊക്കെ വിറയ്ക്കുന്നു. ഞാനൊന്നും ചെയ്തില്ല. പേടിച്ചില്ലേ? തൊഴുന്നുണ്ടല്ലോ. പറയാതെ കൊടുക്കും കുഞ്ഞമ്മ അങ്ങോട്ട്. ഞാൻ ചുമ്മാ ഒരു തമാശ കാണിച്ചല്ലേ, അതിന് തൊഴിക്കണൊക്കെ എന്തിനാ? എന്താ മോളെ? എന്താ മോളെ? വീഡിയോ എടുക്കാനാ? ആ വീഡിയോ എടുക്കാനാ, പുതിയ വ്ളോഗ്. മുടിമ പിടിച്ച് കളിക്കരുത്. എന്തിനാണ് ഇടിക്കുന്ന കാര്യം? എന്നെ പിടിച്ച് വെറുതെ ഇടിക്കുന്നു, കടിക്കുന്നു, തൊഴിക്കുന്നു. ആര്? ഞങ്ങളൊരു കാര്യം ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കൊച്ചിന് ബാഗിൽ നിന്ന് പേടിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഞാനൊന്ന് തുമ്മിയതാ. അങ്ങനെ അത്രേ ഉള്ളൂ. നിങ്ങൾ പേടിക്കണം എന്തായിരുന്നു? പിന്നെ എല്ലാരും തുമ്മുന്നോട്ടോ എന്ന് പറഞ്ഞാണല്ലോ. പിന്നെ ചുമ്മാണോ പിള്ളേർ നിന്നെ തല്ലാന്ന്? അമ്മ ഞാൻ ഇതിലെ പുറത്തു കൂടി പോയപ്പോ ഇതിലെ വെറുതെ ഒന്ന് കയറിയതാ. വലത് കാലം വെച്ച് ഇതിനകത്ത് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ പെരുന്നാളിടിയാണ് ഇവർ രണ്ടുപേരും കൂടി. കൊച്ചിനായിട്ട് വിഷമിപ്പിക്കാതെ. ആ ചേച്ചി, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്. ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ. ഹലോ. പിന്നെ ഞാൻ കുറച്ച് നാളായി ജാനകിയുടെ അടുത്തൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. എന്താ ചേട്ടാ? പറഞ്ഞോ. എന്താ വിളിച്ചേ? ചേട്ടാന്ന്. ചേട്ടാന്ന് വിളിക്കില്ല, റാമെന്ന് വിളി. എനിക്ക് അതാ ഇഷ്ടം. പിന്നെ കുറെ നാളായിട്ട് കുട്ടിയുടെ അടുത്തൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആദ്യമായി ജാനകി ആ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്കാണ് കയറിയത്. ഉറങ്ങുമ്പം ജാനകി, ഉണരുമ്പം ജാനകി, ആഹാരം കഴിക്കുമ്പം ജാനകി, എന്റെ മനസ്സിന്റെ കോണിൽ, എന്റെ ഹൃദയത്തിൽ ഊടുകൂട്ടിയിരിക്കുക എന്റെ ജാനകി. ജാനകി കേൾക്കുന്നില്ലേ എന്റെ ഹൃദയടിപ്പിന്റെ ശബ്ദം, ആ പ്രണയത്തിന്റെ ശബ്ദം? എന്താ ജാനകി ഒന്നും പറയാത്ത? ജാനകി ഇവിടെ പോയിച്ചാ തീർന്നോടാ? അല്ല നീ തിരിഞ്ഞ് നീ പിച്ചും പേരും പറഞ്ഞു കേട്ടപ്പോഴേ ഞാൻ അവളേക്ക് പറഞ്ഞു വിട്ടു. അയ്യോ ഇത് പിച്ചമ്പ്രാന്തം അല്ലേ അച്ഛാ, അതാണ് പ്രണയ കാവ്യം. എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ഇടിയും കൊണ്ട് ജീവിച്ചാൽ മതിയോ അച്ഛാ? ആദ്യം നീ ഇടി കൊള്ളുന്നത് അങ്ങ് നിർത്ത്, എന്നിട്ട് അവിടെ പറയാനോ എവിടെങ്കിലും ഒന്നി പോക്കും. ഞാൻ ഇടി കൊള്ളണത് നിർത്തണമെങ്കിൽ അച്ഛന്റെ മോൻ കമ്പനി അങ്ങ് കൂട്ടണം. എടാ നിനക്ക് ഈ പണിയൊക്കെ നിർത്തി വെച്ച് വേറെ ഏതെങ്കിലും പണിക്ക് പൊക്കൂടെ? അത് ശരി, അച്ഛനെ വേറെ പണിക്ക് വിടാൻ വേണ്ടി നിൽക്കണ ആണടാ. ഞാൻ രാവിലെ ഒരു പൊതിച്ചോറും കെട്ടി പാറപ്പണിക്കേ പോവുള്ളൂ. രാവിലെ പാറമടയിൽ ചെന്ന് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വൈകുന്നേരം കിട്ടുന്ന ശമ്പളം നിന്റെ കൈ കൊണ്ടുവന്ന് തന്നിട്ട് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ എന്റെ കൈ തന്നാ മതി കേട്ടാ. നേരത്തെ പറയണ്ടായിരുന്നാ? അച്ചോ, ഇതിനെയാണ് നാട്ടുകാരൊക്കെ പണ്ട് പറയുമായിരുന്നു,
നാണം കെട്ടവന്റെ ആസനത്തിലൊരു ആല് മുളച്ച അതും തണലെന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അത് കണക്കാണ് യവനും. നിർത്തടാ മതിയടാ. എടാ മര്യാദയ്ക്ക് രണ്ടുപേരും പണിക്ക് പോകണം. നീ ഇപ്പം നിന്റെയൊക്കെ ഈ കല്യാണം നടത്തലെങ്കിൽ നിർത്ത്. എന്നിട്ട് ഏതെങ്കിലും പണിക്ക് പോകാൻ നോക്കും. എനിക്കൊക്കെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ കമ്പനി നിർത്തിയാലല്ലേ പണിക്ക് പോകാൻ പറ്റുള്ളൂ. അച്ഛാ, നമ്മളൊരു പുതിയ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വിജയിച്ചു കഴിഞ്ഞാൽ ഈ തല്ലുകൊള്ളുന്ന പരിപാടി അവിടെ എങ്ങ് നിൽക്കും. ആ ചീത്തപ്പേരങ്ങ് മാറ്റും. പിന്നെ നമ്മൾ ഫുൾ ടൈം സെലിബ്രിറ്റികളുടെ കൂടെ ആയിരിക്കും. അതൊക്കെ പറഞ്ഞു തരാടാ. പിന്നെ നമ്മുടെ ഈ സംരംഭത്തിന് അച്ഛൻ്റെ അനുഗ്രഹവും ആശീർവാദവും അതിലുപരി സാമ്പത്തിക സഹായവും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അതൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നോട് പോയി ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ 2 എണ്ണത്തിനും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അവസരം ഉണ്ടാക്കില്ല അച്ഛാ, അവസരം ഉണ്ടാക്കില്ല. ഉണ്ടാവില്ല. ഇല്ല. മീനു എന്നടുത്ത് പിണങ്ങല്ലോ അച്ചാ. എങ്ങനെ പിണങ്ങായിരിക്കും നിന്നോട്? എന്റെ മൂഡ് ശരിയല്ല നിനക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ സംസാരിക്കാൻ നിൽക്കണ്ട, പൊക്കോ. കൊച്ചാ, അത് എന്റെ അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാ, സോറി. ആണോ? എന്നാ ഇപ്പൊ ഞാൻ നല്ല ദേഷ്യത്തിലാ. എന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കോട്ടെ നീ. കൊച്ചാ പ്ലീസ് കൊച്ചാ, എന്റെ അടുത്ത് ഒന്നും വേണ്ട കൊച്ചാ. ഒരു പ്ലീസും ഇല്ല. ഇനി നിന്നായിട്ട് ഒരു ഇടപാടും ഇല്ല. നീ എന്തൊക്കെ എന്നെ ചെയ്തത് നേരത്തെ? എന്റെ കൈ പൊട്ടി അറിയോ? കൊച്ചാ, എനിക്ക് മിണ്ടാനും എന്റെ കാര്യങ്ങളൊക്കെ പറയാനും കൊച്ചത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നിനക്ക് ആ ബോധമുണ്ട് അല്ലേ? എന്നിട്ടല്ലേ നീ തരം കിട്ടുമ്പോ നീ എനിക്കിട്ട് ഓരോ പണിയാനത്? കൊച്ചാ, അത് ഞാൻ പറഞ്ഞില്ല, അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ. വേണ്ട, ഇനി ആ വിഷയത്തിൽ നമ്മൾ തമ്മിൽ സംസാരമില്ല. നീ ഇപ്പൊ ഒന്ന് പോയി തന്നാ മതി, വേറെ ഒന്നും വേണ്ട. എടീ, നിന്റെ ഈ കരച്ചിൽ വരെ ഡ്രാമയെന്ന് എനിക്കറിയാം. പക്ഷെ ആരെങ്കിലും ഇപ്പൊ ഇത് കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ കരച്ചിലുള്ള തല്ലുകൂടി എനിക്ക് കിട്ടും. ഇപ്പൊ ഒന്ന് പോയേ മീനു നീ. ഞാൻ ഡ്രാമയൊന്നും കളിക്കല്ലോ. ഡ്രാമ കളിക്കല്ല. കൊച്ചന്റെ അടുത്ത് മിണ്ടാതെ ഞാൻ കരച്ചിൽ നിർത്തത്തില്ല. എടി മീനുട്ടി, നീ ശരിക്കും കരയണോ? അയ്യ കരയല്ലേ? പോട്ടെ, സാരമില്ല. എനിക്ക് പിണക്കൊന്നുമില്ല. പോട്ടെ, സാരമില്ല കേട്ടാ, കരയണ്ട. കഴുത്ത് സ്നേഹം കൊണ്ട് പിടിച്ചതോ? നീ നേരത്തെ സ്നേഹം കൊണ്ട് ഇടിച്ചതിന്റെ വേദന മാറി പറഞ്ഞോളൂ. അതിന്റെ ഇടയിൽ അടുത്തത് വീണ്ടും കരയുമ്പോ കരയില്ല. പോട്ടെ, സാരമില്ല, ഒന്നും പറ്റിയില്ല. ഇനി അതിന് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ സഹിച്ച്. ഉമ്മ പോട്ടെ, സാരമില്ല കേട്ടാ. എത്ര നയന മനോഹരമായ കാഴ്ച. എനിക്ക് കെട്ടിപ്പിടിക്കാനും കളിപ്പിക്കാനൊക്കെ ഇവളല്ലേ ഉള്ളൂ. വേറെ ആർക്കും നമ്മളെ വേണ്ടല്ലോ അല്ലേ വിനുട്ടി? കൊച്ചൻ ഇനി എന്റെ അടുത്ത് പിണങ്ങല്ലേ, എനിക്ക് ഭയങ്കര വിഷമം. എന്റെ കുഞ്ഞു മനസ്സിന് സഹിക്കാൻ പറ്റത്തില്ല കൊച്ചാ. പക്ഷെ ഞാൻ പിണങ്ങാതിരിക്കണമെങ്കിൽ നീയും കൂടി വിചാരിക്കണം. നിന്റെ കയ്യിലിരിപ്പ് വെച്ചിട്ട് എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല കൊച്ചാ. എനിക്ക് കളിക്കാനും ചിരിക്കാനും ദേഷ്യപ്പെടാനും എല്ലാം കൊച്ചച്ച മാത്രല്ലേ ഉള്ളൂ. എനിക്ക് എന്താവശ്യം വന്നാലും എന്റെ കൊച്ചച്ചനല്ലേ ഉള്ളൂ. എനിക്ക് വ്യക്തമായില്ല, എന്തായിരുന്നു? എടാ, ഒരു സഹായം ചെയ്യണമായിരുന്നു. അതിനാണപ്പൊ നീ ഇത്ര നേരം കാണിച്ച ആക്ടിങ് മൊത്തം അല്ലേ? കരയുന്നു, ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഒരു കാര്യമില്ലാണ്ട് നീ ഇങ്ങനെ വരൂല. അല്ല, അപ്പൊ കൊച്ചച്ചനല്ലേ നേരത്തെ പറഞ്ഞു എനിക്ക് എന്താവശ്യം ഉണ്ടാലും ചെയ്തു തരാമോ? അല്ല, അതങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അപ്പൊ നീ പറയുന്ന കാണിക്കുന്ന സ്നേഹമൊക്കെ വെറുതെ അല്ലേ? അയ്യേ, സ്നേഹമൊന്നും വെറുതെ ഒന്നുമല്ല. സ്നേഹമൊക്കെ ഉള്ളത് തന്നെ. അതിൽ നീ ഡൗട്ട് അടിക്കില്ലേ? അപ്പൊ ഞാനൊരു സഹായം ചോദിച്ചാ കൊച്ചച്ചൻ ചെയ്തു തരത്തില്ലേ? തരണോ? തരണ്ടേ? തരണം. തരാം. എന്താ തരണ്ടേ? അതായത് കൊച്ചച്ച, ഞങ്ങൾക്ക് ചെറിയൊരു സഹായം വേണമായിരുന്നു. നീ ചെറിയ സഹായം എന്ന് പറയുമ്പോ എടേ ഞാന് നമുക്ക് ഭാവിയിൽ ഒന്നിച്ച് ജീവിക്കേണ്ട. ഒരു കിഡ്നി വെച്ച് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അയ്യേ, നിന്റെ ശരീരത്തിലൊന്നും ഞങ്ങൾക്കാർക്കും വേണ്ടതാർക്കാ? പിന്നെന്താ വേണ്ട? മനസ്സാ? അയ്യോ എന്റെ പൊന്നെ. വലിപ്പിക്കണ്ട, കാര്യം പറ. കൊച്ചച്ച, എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. പൈസ ഇപ്പൊ ആർക്കാ വേണ്ടാത്ത? എനിക്കും പൈസക്ക് ആവശ്യമുണ്ട്. അതല്ല, നീ ഫുൾ ഒന്ന് കേക്ക് പറ. കൊച്ചച്ച, ഞങ്ങക്ക് കുറച്ച് പൈസ വേണം. അല്ല, പൈസ ചോദിച്ചു, അതിൽ കുഴപ്പമില്ല. എത്ര വേണേ ചോദിച്ചോ, കാരണം തരാൻ എന്റെ കയ്യിൽ ഇല്ലല്ലോ. ഇല്ല, നീ ഉണ്ടാക്കണം. ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ പൈസ? കൂടിപ്പോയ 500 രൂപ കിട്ടും. അതാണെങ്കിൽ പോലും ഏട്ടത്തിനോട് അച്ഛനോട് ചോദിക്കണം. അല്ലാതെ പിന്നെ എവിടെന്നാ? കൊച്ചച്ച, ഞങ്ങക്ക് അത്രയും മതി. 500 ഇല്ലേ, അതിന്റെ അപ്പുറത്ത് ഒരു പൂജയും കൂടി 5000?
ഇടി 5000 എന്നൊക്കെ പറയാൻ തന്നെ പേടിയാവുന്നു. ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാൻ 5000 രൂപ? ഒരു വേലയും കൂലിക്കും പോകുന്ന ഞാൻ, വേലയും കൂലി ഇല്ലാത്ത ഞാൻ. എടാ ശരിക്കും പറഞ്ഞാൽ 5000 അല്ല 9000 രൂപയാ വേണ്ടത്. ഒരു 4000 ഞാൻ ഉള്ളി പറക്കി ഉണ്ടാക്കി, ബാക്കി 5000 എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചേരണം. ഇത് നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെന്ന്. കൊച്ചച്ച, ഇത്രയും വർഷത്തിനിടയിൽ കുഞ്ഞമ്മ ആദ്യമായിട്ട് കൊച്ചച്ചൻ്റെ അടുത്ത് ഒരു ആവശ്യം പറയോ? അത് കൊച്ചച്ചൻ ചെയ്യാതിരുന്ന ഭയങ്കര മോശമല്ലേ കൊച്ചച്ച? പിന്നെ എന്തോ ട്രൂലാവും. അല്ല അതൊക്കെ ശരി തന്നെ. അതിരിക്കട്ടെ, ഇത് എപ്പോഴത്തേക്കാ വേണ്ടത്? ഒരുപാട് സമയമുണ്ട്. വൈകുന്നേരത്തേക്ക് ഇന്ന് വൈകുന്നേരത്തേക്കാ? ഒരു കാര്യം ചെയ്യ്, എന്നെ കൊണ്ടുപോയിട്ട് വിൽക്കുക ആർക്കെങ്കിലും. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിച്ചു. അല്ലാണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇത്രയും പൈസ ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കാനാ? എടാ നീ അതൊക്കെ വിട, എന്നിട്ടൊന്ന് കാര്യമായിട്ട് ആലോചിക്കും, ഒരു വഴി കണ്ടുപിടിച്ചോ. ഇടി ആലോചിക്കുമെന്ന് പറഞ്ഞ ഇത്രയും പെട്ടെന്ന് ഇപ്പൊ പൈസ ഒപ്പിക്കണമെങ്കിൽ ആലോചിക്കട്ടെ, സൈലന്റ് ആയിട്ടിരിക്കും, മിണ്ടല്ലേ. പൈസ ഇവിടെ നിന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു വഴിയുണ്ട്. പക്ഷെ ഒരു പ്രശ്നവുമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കൂല. നിങ്ങളും കൂടി കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പൈസ ഒപ്പിക്കാം. ഉറപ്പാണോ? നീ വിശ്വസിക്കാൻ പറ്റാത്ത ജാതി, അതുകൊണ്ട് പറഞ്ഞതാ. അവസാനം പരിപാടി കഴിയുമ്പോ എന്നെ തേക്കരുത് രണ്ടും കൂടെ. നമ്മൾ അങ്ങനെ ചെയ്യോ? ഓ അതാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യോ? മീനൂട്ടിയാണ്. നീയും കൂടി പറഞ്ഞതുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാം. നീയോ പറഞ്ഞതും വിശ്വസിച്ച് വന്നല്ലേ? നിന്നെ സമ്മതിക്കണോ? എടാ അവൻ പറഞ്ഞു എന്നുള്ളത് ശരി, പക്ഷെ ഒരു നല്ല ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി. എന്താ ഐഡിയ? എടാ ഐഡിയ ഒക്കെ നല്ലതൊക്കെ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ നമ്മളെങ്ങനെ ഒരു സെലിബ്രിറ്റീനെ പോയി മുട്ടും? അവിടെയാണ് ബുദ്ധി ആലോചിക്കണ്ട. എടാ അവിടെയാണ് ഗോവർദ്ധന്റെ സുഹൃത്ത് വഴി നമ്മൾ സെലിബ്രിറ്റികളുടെ മുന്നിലെത്തുന്നു. ആ നീ അത് തൊണ്ട തൊടാതെങ്കിൽ വിഴുങ്ങി അല്ലേ? അത് ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമുണ്ടോ? എടാ നമുക്ക് ഞാൻ കാര്യം പറയാം, നമുക്ക് വേറെ എല്ലാ പരിപാടികളും നോക്കാം. എനിക്ക് കാര്യം മനസ്സിലായില്ലയാ. എന്ത്? നിനക്ക് ഐഡിയ നിനക്ക് വർക്കൗട്ടായി, പക്ഷെ ഈ ഐഡിയ വന്ന വഴിയാണ് നിനക്ക് വർക്കൗട്ടാണ്. എടാ അത് വേറൊന്നുമല്ല, ഈ ഗോവർദ്ധനായതുകൊണ്ടാണ്. ഈഗോ, നിന്റെ അനിയനായിട്ടുള്ള ഈഗോ നിനക്ക്. ഒന്ന് പാടാണ്. കുഞ്ഞമ്മ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഓ സത്യം മീനൂട്ടി, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞിരിക്കുന്നേ. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയുമ്മ, നമ്മള് ഈ സിനിമയിലൊക്കെ കാണുന്ന സമയത്ത് വേറൊരു ശബ്ദമാ, പക്ഷെ വീഡിയോ കോളിൽ കണ്ടപ്പോ ഭയങ്കര വ്യത്യാസമുണ്ട്. അതെന്താന്നറിയോ? സിനിമയിൽ പല ക്യാരക്ടർ പിടിക്കുമല്ലേ, ഇത് അങ്ങനല്ലല്ലോ. ഓ അത് ശരിയാ കുഞ്ഞമ്മ. ആദ്യം അങ്കിളിനെ കണ്ടപ്പോഴത്തേക്കിന് ഞാനങ്ങ് ഞെട്ടിപ്പോയെന്ന്. പിന്നെ കുഞ്ഞമ്മ വിളിച്ചപ്പോഴേ എനിക്ക് ബോധം വന്നേനെ. ഞാൻ പേര് പറഞ്ഞത് തന്നെ വിറച്ചു വെറുതല്ലേ. എന്നാലും ഗോവർദ്ധന് ഇത്രയും വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ ജനിച്ചിട്ട് 8 വർഷമായി, എന്നിട്ടാ കൊച്ചു എൻ്റെ അടുത്ത് ഒരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. വിഷയം തന്നെ. എക്സ്ക്യൂസ് മീ, യെസ്. ആരുടെ കാര്യമാണ് വർത്തമാനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയ്യോ നമ്മള് രാമമാമന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. എന്തുവാ അത് മാമ, ഞങ്ങൾ അങ്ങ് അവിടെ നടന്നു പോയപ്പോഴത്തേക്കിന് കൊച്ചനാരോ വീഡിയോ കോൾ ചെയ്യുന്നു. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നോക്കുമല്ലോ. നോക്കിയപ്പോ മോഹൻലാൽ അങ്കിള്. ആര്? മോഹൻലാൽ അങ്കിളെന്ന്. മീനുട്ടിയെ കള്ളത്തരം പറയല്ലേ. ഇതിനാ ഞങ്ങള് കളത്തിനും പറയുന്നേ? നേരെ ഞാനും കണ്ടതാ. ഗോവർദ്ധന്റെ മൊബൈലിൽ മോഹൻലാലാ? സത്യം. എങ്കിൽ അത് വേറെ ആരുടെങ്കിലും മൊബൈലായിരിക്കുള്ളൂ. പിന്നെ അതല്ല ഈ അങ്കിളെന്നൊക്കെ വിളിക്കൂ? എന്റെ മാമ, അതാ ഞാൻ പറഞ്ഞത്. വീഡിയോ കോൾ വിളിച്ചപ്പോ മോഹൻലാൽ അങ്കിള് പറഞ്ഞ് എന്നെ മോഹൻലാൽ അങ്കിളിന്ന് വിളിച്ചാ മതി. എന്നോടും പറഞ്ഞ്. അങ്കിളെന്ന് വിളിക്കാനാ? അല്ല, ലാലേട്ടാന്ന് വിളിക്കാൻ. ഉള്ളതാണല്ലേ? എന്റെ സത്യം. കണ്ടടാ കണ്ട. അയ്യോ ഇപ്പഴേ ഒരു കാര്യം മറന്നുപോയി. എന്നാടി? ഫോണും എടുത്തില്ല, അമ്മയടുത്ത് പറഞ്ഞില്ല. അമ്മ അറിയുമ്പോ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. പിന്നെ ഇനി ലാലേട്ടനെ കാണാൻ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ? പിന്നെ ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നിങ്ങള് ലൊക്കേഷനിൽ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ? ആലോചിക്കാം. ആലോചിക്കാൻ വേണ്ടി ഒന്നുമില്ല, കൊണ്ടുപോകണം. അമ്മേനെ അയ്യോ നീ എന്തുവാണ് പറഞ്ഞ ഗോവർദ്ധന? എടാ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈഗോ വെക്കരുത്. പറഞ്ഞ മനസ്സിലായി? ഈഗോ വെക്കരുത്. നമ്മുടെ ആവശ്യമാണ്. എടാ അനിയ ഗോവർദ്ധ, ഒന്ന് ഇത്രയിടം വരെ ഒന്ന് വരിക. എന്താ ഏട്ടാ? ഇത് വാടാ മോനെ. അല്ല സമയമില്ല. എന്താ കാര്യം? വല്ല കഴിച്ചായിരുന്നോടാ? അത് ചോദിക്കാൻ വിളിച്ച? അതല്ല,
പിന്നെ ഈ പിള്ളേരൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണെങ്കിലും പെട്ടെന്ന് പറ, എനിക്ക് പോയിട്ട് കുറെ പരിപാടി ഉള്ളതാ, സമയമില്ലാത്ത സമയത്ത് വിളിച്ചിട്ട്. നിന്റെ മൊബൈലിൽ മോഹൻലാൽ വിളിച്ചെന്നൊക്കെ എന്റെ പൊന്നെ, അത് ഇത്ര പെട്ടെന്ന് ഇവിടെ അറിഞ്ഞാ? അതൊന്നുമില്ല ഏട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്സ് പരസ്യമൊക്കെ ചെയ്യുന്നത്. അതിലൊരുത്തനെ ഞാൻ വീഡിയോ കോൾ വിളിച്ചപ്പോ അവിടെ ലൊക്കേഷനിൽ മോഹൻലാല്. അപ്പൊ നിർബന്ധിച്ചപ്പോ ഞാൻ അങ്ങനെ ചുമ്മാ കണ്ട് സംസാരിച്ചെന്നോളൂ. ഇതൊന്നും ആരോടും പോയി പറയില്ലേ? അവിടെ പറയത്തൊന്നുമില്ല. നീ പറഞ്ഞ നമ്മളെ മറ്റേ പരിപാടിയിലിടാ, സെലിബ്രിറ്റി മാനേജ്മെന്റിൽ. അത് മോഹൻലാലിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചാൽ നടക്കും, പക്ഷെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ലാലേട്ടന്റെ കാര്യമല്ലേ, ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ. പക്ഷെ നമുക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. നീ ശ്രമിച്ചാൽ നടക്കൂടാ? ഞാൻ ശ്രമിച്ചാൽ നടക്കുമെന്ന് എനിക്കറിയാം. അതിപ്പോ നിങ്ങൾ ചോദിക്കുന്ന കാര്യം എന്ത്? നേരത്തെ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. അതല്ല, ഇപ്പൊ നമുക്കൊരാവശ്യമല്ലടാ. എന്താ ആവശ്യം? നീ നമ്മുടെ സെലിബ്രിറ്റി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ മോഹൻലാലിനെ? ചോദിക്കണോ? ചോദിക്കണോ? ഓക്കെ, വെയിറ്റ്, ചോദിക്കട്ടെ. സൂക്ഷിച്ചു പോണേ മോനെ. മര്യാദയ്ക്ക് അവൻ്റെ അടുത്ത് പറയേണ്ട രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ. ഹലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ മോളെ നിനക്ക് വിശ്വാസമാണോ? അവള് മോളെന്നെ കണ്ടെന്ന് പറഞ്ഞല്ലേ? ആനി കൊച്ചു കള്ളത്തന്നെ പറയൂ? അതില്ല. എടാ, അപ്പൊ ധൈര്യമായിട്ട് വിശ്വസിക്കടാ. പിന്നെ നമുക്കിപ്പോ ഒരു നല്ല കാലം വരാൻ പോവല്ലേ? ഉറപ്പാണോടെ? ഓ പറയാ മോനെ. കാര്യം നടക്കും, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിട്ട് ഈ ഫോണിൽ ബാലൻസ് ഇല്ലേ? ഇയാള് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആൾക്കാര്യം പറയും. മോൻ പറയടാ. അത് പ്രശ്നം എന്താന്ന് വെച്ചാലേ, ഈ സെലിബ്രിറ്റീസിനെയൊക്കെ മാനേജ് ചെയ്യാൻ ഓൾറെഡി അവർക്ക് കുറെ മാനേജേഴ്സ് ഉണ്ട്. ഇപ്പൊ സേതൂസ് ഹാപ്പി വെഡിങ്ങിൽ ചേട്ടൻ ഉണ്ടല്ലോ, മനസ്സിലായോ? ഇപ്പൊ സേതൂസിന് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ആരെ പിടിക്കണം? എന്നെ പിടിക്കണം, ചേട്ടനെ പിടിക്കണം. അതുപോലെ ലാലേട്ടനെ കൊണ്ടുവരണമെങ്കിൽ അവരുടെ ഏജന്റിനെ പിടിക്കണം. അപ്പൊ നമ്മൾ ചെറുതായിട്ട് പുള്ളിനൊന്ന് സ്വാധീനിക്കേണ്ടി വരും. ഈ സ്വാധീനിക്കുന്നതൊക്കെ പറഞ്ഞാൽ എന്താ? അല്ല, വേറെ ഒന്നുമില്ല, നമ്മൾ ജെനുവിൻ ആണ് എന്ന് കാണിക്കാനായിട്ട് ചെറിയൊരു തുക, ഒരു ടോക്കൺ പോലെ അഡ്വാൻസ് ആയിട്ടൊന്ന് കൊടുക്കണം. ഒരുപാടൊന്നുമില്ല, ഒരു 10,000 രൂപ തൽക്കാലം. ഇത് നടപടിയാണ്, കേസൊന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല, ചുമ്മാ താമോണ്ട, ഞാൻ പൊക്കോളാം. എന്റെ ആവശ്യമല്ല, എന്റെ ആവശ്യമല്ല. ചുമ്മാ ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചാന്ന് കൂടി ആലോചിക്കണം. മിണ്ടരുത്. ഞാൻ മിണ്ടല്ലോ. ഒരു കാര്യം ഒപ്പിച്ചോണ്ട് വരുമ്പോ പിന്നെ ഒരു 500 രൂപയിൽ ഒതുങ്ങും. 500 രൂപയ്ക്ക് ഞാൻ കപ്പലണ്ടി തൊണ്ട് വാങ്ങിച്ചു തരാം. എടോ, വേണമെങ്കിൽ പറ. നാളെ നിങ്ങൾ ഇതേ ആവശ്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ 10,000 ചിലപ്പോൾ 50,000 ആവും, 1,00,000 ആവും, 5 ആവും, 10 ആവും. പിന്നെ അന്നേരം പറയരുത് ഗോവർദ്ധന്റെ അന്ന് പറഞ്ഞില്ലല്ലോ ഒന്ന്, കേട്ടോ? വേണമെങ്കിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. 10,000 രൂപ റെഡി ആണെങ്കിൽ വിളിച്ചോ, ഞാൻ ബാക്കി കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഏട്ടൻ വിളിക്കാം. പറഞ്ഞാൽ മതി. കുഞ്ഞ് ശരി ശരി. ഒരാൾ ഒരു കാര്യം പറയുമ്പോ അത് ഇവനായോണ്ട് എനിക്കൊരു ചൊറേ. ഞാനൊരു കാര്യം പറയാം, ഇത് നടപടിയാവണമെങ്കിൽ ഞാൻ രാവിലെ ഒരാളുടെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു? നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ്, സഹകരണം, പ്രോത്സാഹനം, പിന്നെ സാമ്പത്തിക സഹായം ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു? അതിന് അച്ഛൻ സമ്മതിക്കും ഇതിനൊക്കെ? ഇവിടെ ആരാ വരാൻ പോണത്? മോഹൻലാൽ ആദ്യം കയ്യിൽ നിന്ന് കിടാൻ തുടങ്ങി. നീ പൈസ കിട്ടി നിറഞ്ഞപ്പം സംഭവം എന്താണെന്നറിയോ? മോഹൻലാൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ ഗണേശലാൽ ചാടി വീഴും. പൈസ കൈ കിട്ടും. പിന്നെ നമ്മളൊക്കെ അടിച്ചു പൊളിക്കുള്ള എന്തിനാ അപ്പൂപ്പ വിളിച്ചേ? മക്കളെ, പിന്നെ യുവമാര് പറഞ്ഞത് സത്യമാണോ? അച്ഛാ, അത് പറഞ്ഞു കൊടുക്കും മീനൂട്ടി, അച്ഛൻ കേക്കട്ടെ അല്ലേ? മക്കളെ, നിങ്ങൾ എല്ലാവരും ലാലേട്ടനെ കണ്ടോ? അത് പിന്നെ അപ്പൂപ്പ, ഈ കൊച്ചച്ഛൻ പറഞ്ഞു ലാലേട്ടനെ കണ്ടെന്ന് കള്ളാൻ പറയാൻ എല്ലാവരുടെ അടുത്തും. അതെ, അങ്ങനെയല്ല എടി, പിന്നെ നീ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ നിന്നെ കൊല്ലണം. സത്യം പറ. എന്താണ് ഇവിടെ ഒരു ബഹളം? അത് വാമമ്മ, ഈ കൊച്ചച്ഛനാണെങ്കിൽ എന്റെ അച്ഛനെ പറ്റിക്കാൻ നോക്കി, അതിന് ഞങ്ങളെ കൂടെ കൂട്ടുപിടിച്ചു. നീയൊക്കെ എപ്പോഴാണ് എന്നെ ചതിച്ചത്? പറ. നിങ്ങളുടെയാണോ മോളെ? ദൈവമേ, വാമമ്മ ഇത് എവിടെ നേടി കുഞ്ഞുമോൾക്ക്? ഇതെനിക്ക് പരിയമ്പറത്തുനിന്ന് കിട്ടിയതാ. സന്തോഷായി എനിക്ക്. താങ്ക് യു വാമമ്മ. സൂക്ഷിച്ചൊക്കെ വെക്കണ്ടേ? രക്ഷപ്പെട്ടല്ലേ? പക്ഷെ കുഞ്ഞമ്മ, നമ്മക്കിനി പൈസ വേണ്ടല്ലോ. നമ്മൾ പറഞ്ഞു പോയല്ലോ. നീ എന്ത് ചെയ്യും? കള്ളത്തരം കാണിക്കാൻ പാടില്ല. എടി സാമദ്രോഹി,
നിന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല, ഒരാളുകൾ വിശ്വസിക്കരുത് കേട്ടാ. കേട്ടാ നിന്നെ എടാ വിശ്വസിക്കാൻ പറ്റാത്തത്. മര്യാദയ്ക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഞാൻ വരൂല, പോ. താഴെ ഇറങ്ങിയില്ലെങ്കിൽ അമ്മയാണ് സത്യം, ഞാൻ എറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ചുമ്മായിരുന്നോ താൻ? ഇറങ്ങി വാ മക്കളെ. ഞാൻ വരൂല. എടി വായുമ്പോൾ കണ്ടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, ഞാൻ ഒറ്റക്കല്ല, നിങ്ങളും എന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിലും എന്നെ കൊണ്ട് ചാടിച്ചിട്ട് രണ്ടും കൂടി നോക്കി നിൽക്കുവാണ്. നീ ഈ പിള്ളേരെ കൂട്ടുപിടിച്ച് ഈ പിള്ളേരെ കൂടെ വഷളാക്കണം നീ, ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അയ്യോ അച്ഛാ, ഞാൻ ഇവനെ എറിഞ്ഞാൻ വീഴ്ത്തട്ടെ. എറിഞ്ഞോടല്ലേ? എറിഞ്ഞോണ്ടാ ഇറങ്ങി വരാനാ പറഞ്ഞത്. ഞാൻ വരൂല, അത് പറഞ്ഞില്ലേ. ഞാൻ ഇറങ്ങി വന്നാലേ നീ താഴോട്ട് ഇറങ്ങി വന്നാലേ ഞാൻ ഇവിടെ ഇരിക്കും. അച്ഛൻ അവിടെ ഇരുന്നോ, ഞാൻ ചത്താലും വരൂല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇത് കണ്ടല്ലേ നീ? ഇങ്ങോട്ട് എങ്ങനെ എറിഞ്ഞ ഓടിയെടുത്ത് ഞാൻ തിരിച്ചു കയറിയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എറിഞ്ഞിടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എറിഞ്ഞു നോക്ക്. ഇവിടെ കണക്കിനാണ് അവിടെ ഇരുന്ന് പുഴുങ്ങത്തെ ഉള്ള ഇറങ്ങിക്കോ. നീ നിന്റെ പാടോക്കി പോടി. ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിട്ട് നീ കൂടി എന്നെ ഒറ്റയില്ലേ? ഇനി ഞാൻ നിങ്ങളോട് കമ്പനിക്കൂല. പോ. മക്കളെ പത്ത വെള്ളം കിട്ടത്തില്ല നിനക്ക്, നീ ഇറങ്ങി വാ. വേണ്ട, മഴ പെയ്യുമ്പോ ഞാൻ വെള്ളം കുടിച്ചോളാം, പച്ചവെള്ളം കിട്ടും. എറിയട്ടാ. താഴ്ന്ന് എറിഞ്ഞു നോക്കാം. എറിയും എറിയും രാമേട്ടാ, എറിയും ഞാൻ. രാമേട്ടാ വേണ്ട. എറിയും വേണ്ട. എറിയും. എറിയരുത്. പോയില്ലേ? അമ്മ ഒരു ചായ എനിക്ക്. അങ്ങോട്ട് വരാം. ഒന്ന് ചായ ഒന്നും കൊടുക്കണ്ട കേട്ടോ. എടി എന്താടി ആനി, നിന്നെ കെട്ടണതിന് മുമ്പ് തന്നെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചായ പോലും തരാൻ സമ്മതിക്കണോ? കൊറേ നേരം ആയടേ, വാടേ ഇറങ്ങി. നീനു ആനിയേ, നിനക്ക് നിങ്ങളോട് ദൈവം ചോദിക്കും. ദൈവം ഭയങ്കര ഭയങ്കര ചൂടൊന്ന് ആറ്റി തരുമോ? ഇങ്ങോട്ട് കയറി ചെന്നാലേ എറിഞ്ഞ എന്നെ വീഴ്ത്താല്ലേ? നോക്കട്ടെ ഒന്ന് കൊള്ളോ നോക്കട്ടെ. രാമേട്ട തമാശ കളിക്കല്ലേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് അറിയാടാ അങ്ങോട്ട്. ഇറങ്ങി വന്നിട്ട് എന്ത് കാര്യത്തിനാന്നേ? എന്നെ കണ്ടാണ്ട് ഉറങ്ങാൻ പറ്റൂലേ? പോയി കിടന്ന് ഉറങ്ങണോ? അത് രാത്രിയായി. എറി 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 എറിയും ഞാൻ.